മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മാനസിക തന്ത്രങ്ങൾ. ചില ആൾക്കാരോട് സംസാരിച്ച ശേഷം നമ്മൾ കൺഫ്യൂസ്ഡ്, ഗിൽറ്റി, ഇമോഷണലി ടയേർഡ് ആയി തോന്നിയിട്ടുണ്ടോ? അതിന് കാരണം പലപ്പോഴും ഡാർക്ക് സൈക്കോളജി ആയിരിക്കും. അപ്പം അത് എങ്ങനെ, എന്തൊക്കെ എന്നുള്ളത് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, കുറ്റബോധം ഉണ്ടാക്കി നിയന്ത്രിക്കൽ, ഗിൽറ്റ് കണ്ടീഷനിങ്. നേരിട്ട് ചോദിക്കില്ല, പകരം നമ്മളെ കുറ്റക്കാരാക്കി ഫീൽ ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിനക്കായി ഇത്ര ചെയ്തതല്ലേ, നീ ഇപ്പോൾ നന്നായി മാറിപ്പോയല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയാൻ പേടിക്കും. ഇനി ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളത് നോക്കാം. ഈ ഒരു കുറ്റബോധം എന്നുള്ളൊരു സംഭവം നമുക്ക് വേണ്ട. എല്ലാ ഗിൽറ്റി ഫീലിങ്ങിലും നമ്മൾ കീഴടങ്ങേണ്ട കാര്യമില്ല. രണ്ടാമത്തെ, സൈലന്റ് ട്രീറ്റ്മെന്റ് അഥവാ മിണ്ടാതിരിപ്പ്. സംസാരം നിർത്തി നമ്മൾ ആങ്ഷ്യസ് ആക്കും, അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യും. ഇതിന്റെ ലക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ, മെസ്സേജ് സീനാക്കി റിപ്ലൈ ഇല്ല, ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ കൂൾഡ് ബിഹേവിയർ. സത്യം എന്താന്ന് പറയുകയാണെങ്കിൽ എല്ലാ മൗനവും സമാധാനമല്ല, ചിലപ്പോൾ അത് ശിക്ഷയാണ്. ഇതിനെങ്ങനെ തടയാം? ഈ മൗനം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. മൂന്നാമത്തെ, ഗ്യാസ് ലൈറ്റിംഗ്, നമ്മളെ തന്നെ സംശയിപ്പിക്കൽ. നമ്മൾ കണ്ടതും അനുഭവിച്ചതും എല്ലാം തെറ്റാണ് എന്ന് വിശ്വസിപ്പിക്കൽ. ഫോർ എക്സാമ്പിൾ, നിനക്ക് ഓവർ റിയാക്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ നീ ഓവർ റിയാക്ട് ചെയ്യുകയാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇതിന്റെ ഫലം എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും. ഇനി ഇതിനെങ്ങനെ തടയാം? വാക്കുകളല്ല, പാറ്റേണുകളാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ. നാലാമത്തെ കാര്യം, സ്നേഹം പിൻവലിക്കൽ അഥവാ ലവ് വിഡ്രോവൽ. നമ്മൾ അവരുടെ ഇഷ്ടപ്രകാരം പെരുമാറുക നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല സ്നേഹമായിരിക്കും, അതല്ലെങ്കിൽ അവർ നല്ല കോൾഡ് ബിഹേവിയർ ആയിരിക്കും. ഇത് ഇമോഷണൽ അഡിക്ഷൻ ഉണ്ടാക്കും. ഇനി ഇതിന്റെ സത്യം എന്താന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥ സ്നേഹം കണ്ടീഷൻ ഉള്ളതല്ല. ഇനി ഇതിനെങ്ങനെ തടയാം? സ്നേഹം ഒരു റിവാർഡായി ഉപയോഗിക്കുന്നവരിൽ നിന്നും ഡിസ്റ്റൻസ് പാലിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വേണം. ഇനി അഞ്ചാമത്തെ കാര്യം, വിക്റ്റിമായി അഭിനയിക്കൽ, പ്ലേയിങ് ദ വിക്റ്റിം. നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അവർ തന്നെ വേദനിപ്പിച്ചവരായി മാറും. അവസാനം നമ്മൾ തന്നെയാണ് അപ്പോളജി പറയുന്നത്, അതായത് സോറി പറയുക. ഇനി ഇതിനെ എങ്ങനെ തടയാം? എമ്പതി ഉണ്ടാകാം, പക്ഷെ ബൗണ്ടറി ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വഞ്ചിക്കും. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേറൊരു സത്യം, ഡാർക്ക് സൈക്കോളജി ഏറ്റവും നല്ല മനസ്സുള്ള ആൾക്കാരിലാണ് കൂടുതൽ പ്രവർത്തിക്കുക. അതിനർത്ഥം നിങ്ങൾ ദുർബലരാണ് എന്നല്ല, അത് നന്മയാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, സൈക്കോളജി ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കുന്നതല്ല, നമ്മളെ സംരക്ഷിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ സൈക്കോളജി. ഇനി കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെയുന്നതാണ് കമൻറ്റ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.